ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. എടാ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലേ നാട്ടുകാരെ അവിടെ വീട്ടുകാരെയും പോലീസിന്റെ വായൊക്കെ നമുക്ക് ഒരുമിച്ചടപ്പിക്കാം. എടാ, എന്തോ നാടാ ഇത്ര ആലോചിക്കുന്നത്? കല്യാണം കഴിക്കാൻ നീ റെഡിയാണോ? അത് പറ. എടാ, വാ തുറന്ന് എന്തേലും പറ. എടാ, നിധി പറയുന്നതാണോ നീ ആലോചിക്കുന്നത്? ഇതിലും വലിയ സന്ദർഭം ഇനിയും കിട്ടാൻ പോകുന്നില്ല. നീ കല്യാണം കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിക്കടാ. സുധീഷ് ചേട്ടാ, നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു, നീതുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതൊക്കെ ശരിയാ. പക്ഷെ സുഭാഷ് ചേട്ടനെ കുറിച്ച് ആലോചിച്ചോ? എടാ, നീതു വല്ലേ ഇപ്പൊ അങ്ങോട്ട് ഓടി വന്നു. അപ്പൊ നീതുവിന്റെ പ്രശ്നമല്ലേ പരിഹരിക്കണ്ടേ? അതിനിടെ സുഭാഷ് ചേട്ടന്റെ പ്രശ്നം എടുക്കുന്ന എന്തിനാ? ഇത്ര വിവേകമില്ലേ സുധീഷ് ചേട്ടാ? ഞാനിപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചേട്ടൻ എങ്ങനെ എടുക്കും? സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? സുഭാഷ് ചേട്ടൻ അങ്ങനെ തെറ്റായിട്ട് എടുക്കത്തില്ലായിരിക്കും. പക്ഷെ സുഭാഷ് ചേട്ടൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നത് തെറ്റല്ലയോ? ഞാനിതെങ്ങനെ ഓക്കെ എന്ന് പറയും? എനിക്കൊരു മനസാക്ഷി ഇല്ലയോ? അല്ലെങ്കിൽ തന്നെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം പലതവണ മുടങ്ങിയിരിക്കുക. നമ്മുടെയൊക്കെ കല്യാണം നടത്തി സുഭാഷ് ചേട്ടനെ നടക്കാതിരിക്കുമ്പോൾ നാട്ടുകാരെന്താ പറയുന്നത്? എടാ, നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ലെന്നല്ലേ പറയുന്നത്? ഇപ്പം നിധിയില്ല, പിന്നെ നീതും കൂടെ വരത്തില്ലേ? ആ പേരുദോഷം മാറൂലേ? സുധീഷ് ചേട്ടൻ വേറെ ലോകത്ത് നിന്നാ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ മൂത്തവൻ്റെ കല്യാണം കഴിയാതെ ഇളയവൻ കല്യാണം കഴിച്ചെന്നാ ചോദിക്കുന്നത്. എൻ്റെയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ചോദിക്കുന്നത്? അപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അടുത്ത തവണ പെണ്ണ് കാണാൻ പോകുമ്പോഴേ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടും ചേട്ടൻ്റെ കല്യാണം കഴിയാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കി വെക്കണോ? എൻ്റെ സന്തോഷത്തിന് വേണ്ടി സുഭാഷ് ചേട്ടൻ്റെ സന്തോഷം കളയണോ? നോക്ക് സുധീഷ് ചേട്ടാ, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ആദ്യമാവണ്ട, അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കത്തതേയില്ല. ശരിയാ, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞത്, വിവരദോഷികളെ, ഒരു പെണ്ണിങ്ങോട്ട് തേടി വന്നിട്ട് എങ്ങനെയെങ്കിലും അതിനെ ഒഴിവാക്കാനാണോ നോക്കുന്നത്? അതിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. നിന്റെ സുഭാഷ് ചേട്ടനെ ഈ കാലത്തൊന്നും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. ഒറ്റ മരത്തിലെ കുരങ്ങനെ പോലെ അവൻ ജീവിതകാലം കഴിയും. അതവൻ്റെ തലയെഴുത്ത്. ഇയാളെ ഞാൻ... എടാ, അടങ്ങിയിരടാ. പറയുന്ന കേട്ടില്ല സുധീഷ് ചേട്ടാ? എടാ, ആ കുട്ടി അകത്തിരിക്കുമ്പോഴാണ് വഴക്കുണ്ടാക്കുന്നത്. നിങ്ങളുടെ മകനായി പിറന്നതാണ് സുഭാഷ് ചേട്ടൻ ഏറ്റവും വലിയ കുറവ്, മനസ്സിലായോ? അല്ലാതെ ഒരു കുറവും ഇല്ല. നീ നോക്കിക്കോ, അത് നടക്കാൻ പോകുന്നില്ല. എല്ലാ പെണ്ണുങ്ങളെയും പെങ്ങന്മാരായിട്ട് കാണാൻ അവൻ്റെ വിധി. ഓ, സത്യം പറയുമ്പോഴേ എൻ്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. അവൻ്റെ ജാതകം അങ്ങനെയാണ്. ഇയാളെ ഞാനിന്ന്... നീ അടങ്ങിയിരി. നിങ്ങളൊന്ന് പോകാൻ നോക്കിയേ. ഞാൻ പോയേക്കാം, പക്ഷേ കുടുംബം നടക്കാൻ ഇവന് യോഗമില്ലെന്ന് മാത്രം. ഈ തന്തേനെ ഞാൻ... എടാ, ഓ, സ്വന്തം തന്ത വരെ ഇങ്ങനെ പറയുമ്പോൾ നാട്ടുകാരെങ്ങനെയാണ് പറയാതിരിക്കുന്നത്? സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയാതെ എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പം നീതുവോ? അതെനിക്കറിയില്ല. അവൾ തിരിച്ചു പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. അവൾ പകരം കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് പറ്റത്തുമില്ല. എടാ, വഴി ഉണ്ടാക്കാൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ കാണിക്കുന്ന നീതുവിനെ നിധിയാണ്. ചായ ചേച്ചി ഉണ്ടാക്കിയതാണോ? അതെ. എന്നാൽ ചായ അത്ര പോരാ, ഞാൻ വെറുതെ പറഞ്ഞ. നന്നായിട്ടുണ്ട്. ചായ ഞാൻ ഉണ്ടാക്കിയതാന്നേ, ഞാൻ വെറുതെ പറഞ്ഞ. സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കിയതോ? ഓഹോ, ഹരീഷിൻ്റെ എൻ്റെയും കല്യാണം നടക്കുമോ? നടന്നാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടല്ലോ, ഇവിടെ തന്നെ കൂടാം. കല്യാണം എന്നൊക്കെ പറയുന്നതേ വലിയ തീരുമാനമല്ലേ, അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ? ഇതെന്താ ഇത്ര വലിയ വിഷയം? കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേർക്ക് താല്പര്യമാണെങ്കിൽ കല്യാണം കഴിക്കണം. നീ ചെറിയ കുട്ടിയല്ലേ നീതു? ഞാനും ചേച്ചിയും തമ്മിൽ വയസ്സിന് എത്ര വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ, അപ്പം എങ്ങനെ കല്യാണം കഴിക്കും? പഠിപ്പ് എപ്പോൾ വേണമെങ്കിലും നിർത്താം. വീട്ടിലിരിക്കാൻ വയ്യാത്തോണ്ട് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ അത്ര പഠിപ്പിസ്റ്റൊന്നും അല്ല. കല്യാണം പഠിപ്പ് എന്ന ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റിലെ കല്യാണം എന്ന് പറയും. അവർ പുറത്ത് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. എന്ത് തീരുമാനിച്ചെന്ന് അറിയത്തില്ല. എന്ത് വേണമെങ്കിലും തീരുമാനിക്കട്ടെ. എന്നോട് ആ വീട്ടിലേക്ക് മാത്രം പോകാൻ പറയല്ല. അടി മേടിച്ച് എനിക്ക് വയ്യ. അടി കൊണ്ട് എൻ്റെ ദേഹത്തെല്ലാം നീരായി. എത്ര നേരം കഥ കടച്ച് ഞാൻ കുറ്റിയിട്ട് അകത്തിരിക്കും. ഹരീഷിനോട് മിണ്ടല്, സംസാരിക്കല്, കാണരുത്, രണ്ടും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ശബ്ദം താഴ്ത്തി ഫോണൊന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. ചുമരിൻ്റെ അടുത്ത് കാതോർത്തിരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് മടുത്തു. ഇനി അടി വാങ്ങാൻ എനിക്ക് വയ്യ. ഹരീഷുമായിട്ടുള്ള കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ല. എന്താ മോളെ ആ കുട്ടി പറയുന്നത്? അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് പറഞ്ഞു വിടല്ലെന്ന് ആ കുട്ടി പറയുന്നത്. എന്താടാ, നിങ്ങൾ സംസാരിച്ചോ? പക്ഷേ കല്യാണം വന്ന ഒരേ ഒരു വഴിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഹരീഷ് അതിന് സമ്മതിക്കുന്നുമില്ല. ഇവൻ പറയുന്നതിൽ ശരിയുണ്ട്. എടാ, കല്യാണം നടത്താൻ പറ്റാഞ്ഞിട്ടല്ല, ഒന്നും ആലോചിക്കണ്ട. അതിപ്പോൾ ശരിയാവത്തില്ല. അല്ലാതെ ആ കുട്ടിയെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. കല്യാണമാണോ പരിഹാരമെന്ന് എനിക്കറിയത്തില്ല. അതാണെങ്കിൽ അത് ചെയ്യണം. അപ്പോഴത്തേന് അച്ഛൻ വരുന്നു. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം പറയാം. ഓ, ഒരു അഭിപ്രായം പറയണ്ട, അവിടെ പോയിരുന്നേ. പ്രായത്തിൻ്റെ പക്വത വെച്ച് ഞാൻ പറയാം. പ്രായത്തിൻ്റെ പക്വത വെച്ചല്ലേ ഞങ്ങൾ ഇത്രയും നാളും കഴിഞ്ഞാൽ വന്നേ. ഇത് എന്തായാലും പെട്ടെന്ന് തീരുമാനിക്കണം. ആദ്യം അന്വേഷിച്ച് വരുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാമല്ലോ. സുഭാഷ് ചേട്ടാ, ഞാൻ നീതുവിനോടൊന്ന് സംസാരിക്കട്ടെ. ഇത് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ആ കുട്ടി നിന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു. അവളോട് സംസാരിക്കാൻ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുന്നു. ചെന്ന് സംസാരിച്ച് തീരുമാനം ഉണ്ടാക്ക്. നീതു, എനിക്ക് നിന്നോട് സംസാരിക്കണം. നമുക്ക് പുറത്തു പോയാലോ? പോവാം. ബാ എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്തുകൊണ്ട് ഹരീഷ് പോകുന്നു. ഇതെന്താടാ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നേ? പേടിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ നീതുവിനെ ഹരീഷിനെയാണ് കാണിക്കുന്നത്. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? നിന്റെ കൂടെ കറങ്ങി നടക്കണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം.
പറ, നീതു ഓരോന്ന് പറയുന്നുണ്ട്. നിന്നെ വേണമെങ്കിൽ വീട് വിട്ടിറങ്ങണം, അവരെ വേണമെങ്കിൽ അവിടെ നിൽക്കണം. അച്ഛൻ്റെ ഓപ്ഷൻ അതായിരുന്നു. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു. നീതു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്താ പറഞ്ഞ്? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഈശ്വര, നിന്റെ വായിൽ നിന്ന് ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്ന് അറിയാമോ? നിന്നോട് എത്ര തവണ ഐ ലവ് യു പറഞ്ഞാലും നീ തിരിച്ചു പറയത്തില്ല. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ, ഇനിയെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നി. എനിക്കും എൻ്റെ കുടുംബക്കാർക്കും വേണ്ടി നീ എൻ്റെ സ്വന്തം കുടുംബത്തിനെ വരെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലയോ? നീ എപ്പോൾ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടത്തില്ലല്ലോ. ബാഗും എടുത്ത് പുറപ്പെട്ടപ്പോഴത്തേന് എൻ്റെ സംശയം അതായിരുന്നു. ഞാനായിട്ട് നിന്നോട് തിരിച്ചു പോകാൻ പറയത്തില്ല നീതു, പക്ഷേ എനിക്ക് ഉടനെ നിന്നെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല നീതു. എന്ന് കരുതി നിന്നെ എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ നീ ഒരു പെൺകുട്ടിയെ കാണത്തുള്ളൂ. ഈ സാഹചര്യത്തിൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇപ്പം പറ്റത്തില്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോഴാണ് സുധീഷേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞ് സുഭാഷേട്ടൻ ഒത്തിരിയും പെണ്ണ് ആലോചിച്ചായിരുന്നു. അവിടെ ചെന്നപ്പോഴെല്ലാം ചേട്ടൻ എനിക്ക് അനിയൻ പെണ്ണ് കെട്ടിയെന്നായിരുന്നു ചോദ്യം. അല്ലെങ്കിൽ തന്നെ സുഭാഷേട്ടന് പെണ്ണ് ആലോചിച്ചുകൊണ്ട് വരുമ്പോൾ ഒരുപാട് തടസ്സമായിരുന്നു. സുധീഷേട്ടൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞപ്പോൾ അതും കൂടിയായി. അതിൻ്റെ കൂടെ എൻ്റെയും കൂടെ കല്യാണം കഴിഞ്ഞാൽ സുഭാഷേട്ടൻ്റെ ജീവിതം ഇല്ലാതാകും. അതാദ്യം നടക്കണം നീതു. അത് നടക്കാതെ നമ്മൾ ആദ്യം കല്യാണം കഴിച്ചാൽ സുഭാഷേട്ടനോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. സുഭാഷേട്ടൻ്റെ കല്യാണം കഴിയാതെ ജീവിതത്തിൽ സെറ്റാവാതെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. അതുവരെ കാത്തിരുന്നേ പറ്റുള്ളൂ നീതു. നീ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ഞാൻ പറയത്തില്ല. കല്യാണം കഴിക്കാതെ നിൻ്റെ വീട്ടിൽ താമസിക്കാനോ? അതൊന്നും ശരിയാവത്തില്ല. പിന്നെന്താ, ഞാനൊരു ഹോസ്റ്റൽ റെഡിയാക്കട്ടെ? ഹോസ്റ്റലോ? ഏട്ടത്തി ഒരു ഹോസ്റ്റലിൽ നിന്നായിരുന്നു. ഏട്ടത്തിയോട് പറഞ്ഞ് ഞാൻ അത് റെഡിയാക്കാം. അതൊന്നും വേണ്ട, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ? അപ്പം വീണ്ടും പ്രശ്നമാവത്തില്ലയോ? അത് ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പം അവർ വഴക്കുണ്ടാക്കാൻ വന്നാലോ? തിരിച്ച് ഞാനും വഴക്കുണ്ടാക്കും. നിന്നെയും കല്യാണം കഴിച്ച് നീ ഇട്ട മാലയും കൊണ്ട് മാസമായി ചെന്ന് നിൽക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നിന്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഓർത്തില്ല. സാരമില്ല, സുഭാഷേട്ടൻ്റെ കല്യാണം വേഗം നടത്താൻ നോക്ക്. അതുവരെ ഞാൻ വീട്ടിൽ തന്നെ നിന്നോളാം. നീ ദേഷ്യത്തിലല്ലല്ലോ പറഞ്ഞത്. നീ പറഞ്ഞത് വാലിഡാ. അത് മനസ്സിലാക്കാൻ പറ്റില്ലേ നിന്നെ ഞാൻ എന്തിനാ പ്രേമിക്കുന്നത്? പകരം നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. എനിക്കൊരു ഫോൺ മേടിച്ചു തരണം. എൻ്റെ ഫോൺ അവർ നശിപ്പിച്ചു. എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് തന്നെ മേടിച്ചു തരാം. പിന്നെ കാണിക്കുന്നത് സുധീഷിൻ്റെ വീടാണ്. സുധീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എടാ, നിനക്ക് വല്ല വയറരിച്ചിലും ഉണ്ടോ? നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്താ? സുഭാഷ് ചേട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്ന? അവൻ പോയിട്ട് എത്ര നേരമായി? എടാ, നീ ഇങ്ങനെ ഓടിയിട്ട് എന്താ കാര്യം? അവൻ വരുമ്പോൾ വരട്ടെ. സുധീഷ് ചേട്ടൻ എങ്ങനെയും ആ കല്യാണം നടത്തണം. അതാ ഇത്ര ടെൻഷൻ. എടാ, അവരങ്ങനെ ഒരു തീരുമാനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അമ്പലം നോക്കണം, താലി നോക്കണം, അങ്ങനെ എന്തൊക്കെ നോക്കണം. പിന്നെ നിങ്ങൾ നിപ്പി കല്യാണം നടത്തുന്ന സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ള ആളല്ലയോ? അവർ പോയിട്ട് സംസാരിച്ച് തീരുമാനം എടുത്തോണ്ട് വരും. അതുവരെ ക്ഷമിക്കാൻ നോക്കുക. അവർ തനിച്ചല്ലേ പോയത്? എങ്ങാനും അവർ ആങ്ങളെയും കൂട്ടരും വഴി പിടിച്ച് നിർത്തി കാണുമോ? അയ്യോ, അത് ശരിയാണല്ലോ. അപ്പോൾ ഹരീഷേട്ടന് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുമോ? അവരെത്ര പേരുണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഇനി അവനെ എന്തെങ്കിലും ചെയ്ത് അവളെയും കൊണ്ട് പോയി കാണുമോ? മതി നിർത്തും. മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ലേ ആദ്യം നമ്മളെ അവൻ ഫോൺ വിളിക്കുക. അപ്പം നോക്കാം. തൽക്കാലം എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. അവർ വരട്ടെ. കല്യാണം എന്നാണ് ഓപ്ഷനെങ്കിൽ അപ്പം നോക്കാം. അപ്പം നമുക്ക് നടത്തി കൊടുക്കാം. പിന്നെ നീതുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. എന്താ സീതേ, നീതു വീട് വിട്ടു പോയെന്ന് കേട്ടല്ലോ? അങ്ങനെയൊന്നും ഇല്ല ശാന്തേ. ബാഗ് എടുത്ത് പോകുന്നത് നീതുവിനെ കണ്ടവരുണ്ടല്ലോ. ഞാൻ റേഷൻ വാങ്ങി വരുമായിരുന്നു. ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ ചോദിക്കാമെന്ന് വരുത്. ചോദിച്ചില്ലേ? ഇനി പൊക്കൂടെയോ? നിന്റെ തള്ളു കിട്ടിയിട്ടായിരിക്കും അവൾ ഇറങ്ങിപ്പോയത്. ചോദിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതേടി, എൻ്റെ മോൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അതിന് നിനക്കെന്താ? ഒന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കാൻ വരും. അവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? വന്നു ചോദിക്കുന്നവരോട് നിങ്ങൾ വിശദീകരിക്കാൻ നിൽക്കുക. നീതു ഹരീഷും കൂടെ ബൈക്ക് വരുന്നു. ഹരീഷെ, ഇവിടെ നിർത്ത്. ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എടി, നിന്നെ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വിടാൻ പേടിയുണ്ട്. എന്നാൽ തിരിച്ചെന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് താലി കെട്ടുക. അതൊന്നും പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നീതു. എനിക്ക് മനസ്സിലായി. ഞാൻ വെറുതെ പറഞ്ഞാ. ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തോളാം. തിരിച്ചു ചെല്ലുമ്പോൾ പ്രശ്നമാവും. നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ എന്നെ വീട്ടിലാക്കിയാൽ മതി. അത് കുഴപ്പമാവത്തില്ലേ? എന്തോരം ആളുകളാണ് ഇവിടെ നിൽക്കുന്നേ. എന്തായാലും കണ്ട സ്ഥിതിക്ക് നേരിട്ട് എന്ന് ഇറങ്ങാം. നീ എവിടേക്കാ പോയി മോളെ? എന്തേ ശാന്തേച്ചി, നീ വീട് വിട്ടു പോയെന്ന് നാട്ടുകാർ പറഞ്ഞു. നിന്റെ അമ്മയോട് ചോദിച്ചപ്പോൾ എന്നോട് 2 ചാട്ടം. ഇയാളെ കണ്ടോ? ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണ്. ഇയാളെ കാണാൻ പോയതാണ്. കണ്ടു. എന്നെ തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്തു. മതിയോ? ഇനി ഇവളെ തല്ലാനും കൊല്ലാനും പഴയ പോലെ ചവിട്ടാനും നിൽക്കല്ലേ. ചോദിക്കാൻ ആളുണ്ട്. ചെല്ല്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. എവിടേക്കാടി നാണമില്ലാതെ അകത്തോട്ട് കയറിപ്പോന്നെ? എൻ്റെ വീട്ടിലേക്ക്. നീയല്ലേ കുറച്ച് മുമ്പ് ഞാൻ ചത്തെന്ന് കരുതിക്കോളാൻ പറഞ്ഞ് പുറത്ത് പോയത്? നശൂലമേ. ഞാൻ പോയി കഴിഞ്ഞാലേ അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവനെ നീ ഒറ്റയ്ക്ക് അനുഭവിക്കാമല്ലോ. പിന്നെ അങ്ങാല് കോടികളല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വാടക കൊടുക്കണ്ടേന്ന് എങ്ങനെയെന്ന് അറിയത്തില്ല. ഇവള് തോന്നിവാസം കാണിച്ച് തിരിച്ചു വന്നേനെ. നീ എന്തിനാ അച്ഛനെ പരിഹസിക്കാൻ നിൽക്കുന്നത്? നീ എന്തിനാ തിരിച്ചു വന്നേ? അവൻ്റെ കൂടെ ബൈക്കിൽ ഞെളിഞ്ഞിരിഞ്ഞ് വരാൻ നിനക്ക് നാണമില്ലയോ? അമ്മയെ അടിക്കാൻ നിൽക്കില്ല. നീ പോയ പോലെ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞല്ലയോ? അവൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ നിന്നെ കൈയൊഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി.
അവൻ കൈയൊഴിഞ്ഞൊന്നും അല്ല, ഞാൻ സ്വയമേ എടുത്ത തീരുമാനമാണ്. നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കല്ലെന്ന്. ഇപ്പം നാണക്കേടല്ല ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ലോകത്തിലെ ആദ്യമായിട്ട് പ്രേമിക്കുന്ന ഞാനല്ലല്ലോ. അപ്പം അത്ര വലിയ തെറ്റായിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ചു വന്നത് തെറ്റായിട്ട് കാണുന്ന ഒരു തള്ള. അതെ, നീ പോയിട്ട് തിരിച്ചു വന്നതേ തെറ്റാണ്. അവനെയും കെട്ടിപ്പിടിച്ച് ഈ വീടിൻ്റെ മുറ്റത്ത് വന്നത് അതിലും വലിയ തെറ്റാണ്. ഇതോടെ നീ എല്ലാം അവസാനിപ്പിക്കണം. നീ അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. അങ്ങനെയെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി. അല്ലെങ്കിൽ നീ ഇപ്പം ഇറങ്ങിക്കോണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.